കുന്തിസ്തുതി 13 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങളും അവയുടെ അർത്ഥവും. ജന്മകർമ്മ വിശ്വാത്മൻ അജസ്യ കർത്തൂരാത്മനാ തിര്യന്ന ശിശുയദസു തദ് അത്യന്തവിഡംബനം. അല്ലയോ പ്രപഞ്ചാത്മാവേ, നീ ജന്മവും ആത്മാവുമില്ലാത്തവനാണ്. എന്നാൽ ചെറിയ ജീവികൾ, മനുഷ്യർ, ഋഷികൾ, ജലജീവികൾ എന്നിവയിൽ നിങ്ങളെ കാണാൻ സാധിക്കും. ഗോപിയാദതേ ത്വയി കൃതഗാസിദാമതാവത് യാതേ ദശാശ്രു കലിലാഞ്ജന സംഭ്രമാക്ഷം വക്ത്രം നിനിയ ഭയഭാവനായ സ്ഥിതസ്യ ബിയാദ്വി മോഹയതി സമാം വിമോഹയതി. എൻ്റെ കൃഷ്ണ, നീ തൈരുപാത്രം പൊട്ടിച്ച് വളർത്തമ്മയെ ദ്രോഹിച്ചപ്പോൾ, അവൾ നിന്നെ കെട്ടാൻ കയറെടുത്തപ്പോൾ നീ വികൃതിയായതിനാൽ നീ ഭയം നിറഞ്ഞ് കുനിഞ്ഞ മുഖവും കലങ്ങിയ കണ്ണുകളുമായി നിന്നു. ഭയം പോലും നിന്നെ ഭയക്കുമ്പോൾ നീ എങ്ങനെ ഒരാളെ പേടിക്കും? കേസിദ് ആഹുരജം ജാതം പുണ്യശ്ലോകസ്യ കീർത്തയേ യദോ പ്രിയസ്യാന്വവയേ മലയസ്വേവ ചന്ദനം. നിനക്ക് ജന്മമില്ലെങ്കിലും മലയപർവ്വതങ്ങളിൽ പിറവിയെടുക്കുന്ന ചന്ദനമരം പോലെ പ്രശസ്തനും മഹാനുമായ യദുവിൻ്റെ കുലത്തിൽ ജനിച്ചുവെന്ന് ചിലർ പറയുന്നു. അപരേ വാസുദേവസ്യ ദേവക്യാം യാജിതോഭ്യഗാത് അജസ്ത്വം അസ്യ ക്ഷിമേയ വദായ ച സുരദ്വിഷാം. വസുദേവനും ദേവകിയും നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനാൽ നീ അവരുടെ പുത്രനായി ജനിച്ചുവെന്ന് മറ്റുള്ളവർ പറയുന്നു. സംശയമില്ല, നിങ്ങൾ ജനിക്കാത്തവനാണ്. എന്നിട്ടും നിങ്ങളുടെ ജനനം അവരുടെ ക്ഷേമത്തിനും ദേവന്മാരുടെ ശത്രുക്കളെ കൊല്ലാനും വേണ്ടി എടുത്തു. ഭരവതാരണയ്യാന്യ ഭുവോ നവ ഇവോ ദദൗ സിദന്ത്യ ഭൂരി ധ്വരേണ ജാതോ ഹയാത്മഭുവർത്തിത. ബ്രഹ്മാവിൻ്റെ പ്രാർത്ഥനകൾക്കുള്ള ഉത്തരമായി മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമിയുടെ ഭാരം തീർക്കാൻ നീ വലിയ കടലിലെ ഒരു ബോട്ട് പോലെ നിങ്ങൾ പ്രത്യക്ഷപ്പെട്ടുവെന്ന് മറ്റുള്ളവർ പറയുന്നു. ഭാവേസ്മിൻ ക്ലിശ്യമാനാം അവിദ്യ കാമകർമ്മഭി ശ്രവണസ്മരണാർഹണി കരിഷ്യന്നിതി കേചന. ശ്രവണം, സ്മരിക്കൽ, ആരാധന എന്നിങ്ങനെയുള്ള ഭക്തിപരമായ സേവനത്തെ പുനരുജ്ജീവിപ്പിക്കാൻ നിങ്ങൾ അവതരിച്ചുവെന്ന് മറ്റു ചിലർ പറയുന്നു.